ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. ഞാൻ എന്നും 4 മണിക്കാണോ എഴുന്നേൽക്കുമെന്ന് ചോദിച്ചാലല്ല കേട്ടോ. ഇന്ന് സോനു കുറച്ചും പതിവിലും നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ എഴുന്നേറ്റത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഏർലി മോർണിംഗ് റൊട്ടീൻ സോനിൻ്റെ ഒരു ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഇപ്പോൾ എഴുന്നേറ്റ് വന്നോളൂ കേട്ടോ. വന്നിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി. അപ്പോൾ എഴുന്നേറ്റമാണ് ഞാൻ വെള്ളം കുടിക്കും. അപ്പോൾ എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം ആദ്യം എനിക്ക് ആ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സോനു അങ്ങനെയാണ്, രാവിലെ എഴുന്നേറ്റമാണ് വെള്ളം കുടിക്കും. അപ്പം ഞാനും അതങ്ങ് ശീലിച്ചു. നല്ലതാണ് കേട്ടോ, നമ്മുടെ ക്ഷീണം മാറാൻ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ക്ഷീണമൊക്കെ മാറുന്ന പോലെ എനിക്ക് തോന്നും. അപ്പം അങ്ങനെ വെള്ളം ഓൾറെഡി കുടിച്ചു ഞാൻ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏർലി മോർണിംഗ് റുട്ടീനാണ്. ഇത് ഡെയിലി ഉള്ള സംഭവമൊന്നുമല്ല. മീൻസ് രാവിലെ എഴുന്നേൽക്കാറുണ്ട്, സോണിന് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാറുണ്ട്. പക്ഷെ ഇത്ര രാവിലെ എഴുന്നേൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ആ കൂട്ടത്തിൽ ഒരു വീഡിയോ കൂടെ എടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചെയ്യുന്നതിന് കുറച്ചൊരു ഉത്സാഹം കാണുമല്ലോ. അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയും ചെയ്യണം. അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കൊട്ടും താമസിച്ച വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഞാൻ ചോറ് വയ്ക്കാൻ പോവാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ സോനിൽ നിന്ന് നേരത്തെ പോകണം, പതിവിലും നേരത്തെ പോകണം. ഓഫീസിൽ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ രസം വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രസത്തിന് വേണ്ടി കുറച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ അരി ഒന്ന് കഴുകിക്കൊണ്ട് വരാം. വെള്ളം ഓൾറെഡി തിളച്ചു കേട്ടോ. അപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ കുക്കറിലൊന്നും അല്ല വെക്കുന്നത്, റൈസ് കുക്കറൊന്നുമില്ല. വാങ്ങണം എന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും കേട്ടോ. അപ്പോൾ എന്തായാലും അത് വാങ്ങേ പറ്റുള്ളൂ, കാരണം ഇവിടെ അത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. എപ്പോഴും വാങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ അതെന്താണെന്നറിയില്ല, അങ്ങ് മറന്നു പോവാണ്. ഇത് ആദ്യം ടൈം എടുക്കുന്നതിൽ പോലും നമുക്ക് ഗ്യാസ് ചിലവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊരെണ്ണം വാങ്ങണം. അപ്പോൾ അത് ഞാൻ രസത്തിന് വേണ്ടിയുള്ള സാധനമൊക്കെ പകുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പിഴിപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ, നമുക്ക് രസത്തിന് ആവശ്യമുണ്ടല്ലോ. പിന്നെ പച്ചമുളക്, മല്ലിയില അതൊക്കെ വേണം നമുക്ക്. കറിവേപ്പിലയില്ല കേട്ടോ. കറിവേപ്പില ഇവിടെ ഉണ്ട്, ഫ്രഷ് കറിവേപ്പില ഉണ്ട്, പക്ഷെ വീട്ടിലുണ്ടായിരുന്നു, തീർന്നു പോയി. ഈ ഇരുട്ടായതുകൊണ്ട് ഇനി പറിക്കാൻ പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. നമ്മുടെ രസത്തിൻ്റെ തക്കാളിയൊക്കെ ഏകദേശം വഴറ്റിയെടുക്കുകയാണ്. ഞാൻ രസം ഉണ്ടാക്കുന്നതും ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചാനൽ ചെയ്ത് ചെക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു രസം റെഡിയായിട്ടുണ്ട്. എൻ്റെ രസം എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുടിക്കാൻ. എനിക്ക് രസം നല്ല ചോറ് കഴിക്കാൻ, നമ്മുടെ പഴങ്ങഞ്ഞൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആകാൻ പാടില്ല. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഒരൈറ്റം രസമാണ്. ഇനി അടുത്ത് എന്ത് വെക്കണം എന്നിങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും സോനിന് പപ്പടം ഇഷ്ടമാണ്. അപ്പം ഒട്ടും താമസിക്കാതെ പപ്പടം ആ കൂട്ടത്തിൽ വറുത്തേക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് വേറൊരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോനിൻ്റെ ഷർട്ട് അയൺ ചെയ്യണം. അപ്പോൾ ഷർട്ടും പാൻറ്റും അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ റൂമിലോട്ട് പോകണം. ഇതൊരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഈ ഷർട്ടും പാൻറ്റും അയൺ ചെയ്യുക എന്നുള്ളത്. ഓഫീസിൽ പോകുന്നതായതുകൊണ്ട് ഇത് മസ്റ്റാണ്, ഇത് മുടക്കാൻ പറ്റില്ല. അപ്പം സോന് തേച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പം ദേവൂട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ദേവൂട്ടിക്കും ഉണ്ടാവും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പക്ഷേ രസമാണ് കേട്ടോ, തേച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോൾ എല്ലാം ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതേ ഷർട്ടും പാൻറ്റും ഒക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വട്ടി പോലെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ പാൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഇടുവാണെങ്കിൽ ചുളിഞ്ഞ് വീണ്ടും ആ മടക്കുന്നതിൻ്റെ പാട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നൂർത്തിയിട്ടത് കേട്ടോ. ഇനി നേരെ വീണ്ടും കിച്ചണിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ അരി ഇവിടെ തിളച്ചുകൊണ്ടിരിപ്പുണ്ട്, ചോറായി വരുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ഞാൻ പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു. അപ്പം സോണിന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം രസമുണ്ട്, പപ്പടമുണ്ട്. ഇനി എന്താ അടുത്ത് ഞാൻ അപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. തലേ ദിവസം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എഴുന്നേറ്റ് വന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. എത്ര പപ്പടം കിട്ടിയാലും ടച്ചിനിരുന്ന് കഴിച്ചോളും.
അപ്പോൾ ഒരുപാട് പപ്പടം ഞാൻ കൊടുക്കുന്നില്ല, ഒരു 2-3 പപ്പടം. അപ്പം അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല ഈ പപ്പടത്തിനോടൊന്നും, സോനിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും ആ പപ്പടം മൊത്തം ഒന്ന് വറുക്കട്ടെ. നമ്മുടെ പപ്പടം എല്ലാം മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് അടച്ചു വെക്കാം. അടുത്തൊരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും സോനിന് ഒരു ഗ്ലാസ് പാലും മുട്ടയൊക്കെ കൊടുക്കും. അപ്പം ഓംലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് എന്തായാലും മുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നില്ല. അപ്പം ചോറിനപ്പോൾ ഒരു ഓംലേറ്റ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ തോരനോ വല്ലതും വെക്കാമെന്ന് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു. പക്ഷേ ആൾക്ക് വേണ്ട. കാരണം ആൾക്ക് ഇങ്ങനെ തോരനോടും തോരൻ മെഴുക്ക് പുരട്ടി അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ പിന്നെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഡെയിലി ഉരുളക്കിഴങ്ങ് നമുക്ക് കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഉരുളക്കിഴങ്ങായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് രസം മറ്റേ പപ്പടമൊക്കെ ആക്കിയത്. ഒഴിച്ചു കറിയും വലിയ താല്പര്യമില്ല ആൾക്ക്. എന്തിനും ഫിഷ് അങ്ങനത്തെ മീറ്റൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഓഫീസിലൊക്കെ കൊടുത്തു വിടുമ്പോൾ നമുക്ക് മീനൊന്നും കൊണ്ടുപോകില്ല ആൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ ഫിഷൊന്നും കൊണ്ടുപോകാറില്ല. ഫിഷും ചിക്കനൊന്നും കൊണ്ടുപോകാറില്ല. ചിക്കൻ കൊണ്ടുപോകും, ഫിഷ് അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. ഉളുമ്പ് മണം വരുമെന്ന് പറയാം. ആൾക്ക് ഭയങ്കര ഇഷ്ടക്കാരുള്ളൊരു കാര്യമാണ് ഉളുമ്പ് മണം സോനുവിന്. അപ്പം ഞാൻ വിചാരിച്ചു, മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, മത്തി ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ഓംലേറ്റ്. ഇനി നമുക്ക് സോനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേണം രാവിലെ. വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കില്ല രാവിലെ. സോനു ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചിരുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര എന്താ പറയുക, നല്ല ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ആയിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ ഓട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പാലും മുട്ടയും എന്തെങ്കിലും നട്ട്സ് അങ്ങനെ ലൈറ്റായിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ. ഇപ്പം ഞാൻ വിചാരിച്ചു ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും മുട്ടയും കുറച്ച് ജീരകവും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഓംലേറ്റ് വെച്ച സെയിം അതിൽ പാൻ തന്നെയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദേവൂട്ടിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സോനുവിന് രാവിലത്തെ കൊടുത്തു വിടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമേ സോനിനെല്ലാം ഉണ്ടാക്കി. അപ്പം ദേവൂട്ടിക്കാണെങ്കിൽ ഇതിൽ ഞാൻ വല്ല എന്താ പറയുക, എന്തെങ്കിലും നെയ്യോ ബട്ടറോ വല്ലതും ചേർക്കും. ഇപ്പം ഒന്ന് സോനിന് വേണ്ടാവൊന്നും വേണ്ട. അപ്പം ഞാൻ ആ ബ്രെഡ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, പെട്ടെന്ന് ഫ്രൈ ആവും, അതുകൊണ്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുള്ളവർ ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളതാണ്, എൻ്റെ ഒരു അറിവിൽ. പക്ഷേ നല്ലതായിരിക്കും, കഴിച്ചിട്ടുള്ളവർ കാണും. ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണല്ലേ. ഇത് ഏത് പ്രായക്കാർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ അച്ഛ പഠിപ്പിച്ചു തന്നാണ് കേട്ടോ. അപ്പം അച്ഛ ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പക്ഷേ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം. അപ്പം ഇതും ഉണ്ടാക്കി. രാവിലെ മുട്ട പുഴുങ്ങുന്നില്ല, ഓൾറെഡി ഇതിലും മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോനുവിനും ഞാൻ മുട്ട ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുട്ട പുഴുങ്ങിയത് വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സോനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഹാഫ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ ഹാഫ് പാലാണ്, അതിപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല, അതെത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര കുറച്ചും കൂടെ സോഫ്റ്റായി വരുവേ. അത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയനും അങ്ങനെയായിരുന്നു. ബ്രെഡ് ഇങ്ങനെ മൊരിച്ച് തരാൻ പറയും, ഫ്രൈ ചെയ്ത് തരാൻ പറയും. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴാണൊന്ന് നേരം വെളുത്തൊന്ന് വന്നത്, ഇരുട്ടൊക്കെ ഒന്ന് മാറി വെളിച്ചം വന്നു. അപ്പം ഞാൻ പതിയെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. നല്ല സുഖം വെളിയിൽ വന്നിരിക്കാൻ. ഇത്രയും നേരം പാചകമൊക്കെ ആയിരുന്നപ്പോൾ കുറച്ച് ചൂടൊക്കെ എടുത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ കഥവ് തുറന്നൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കൂളിങ്, നല്ല തണുപ്പ്, AC ഇട്ട പോലൊരു ഫീലിങ്. ഇവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഈ മഴയൊക്കെ പെയ്യുന്ന ടൈമിലായി നമുക്ക് എങ്ങനെ എഴുന്നേറ്റ് പണി ചെയ്യാൻ തോന്നും. സോനും കുഞ്ഞുമൊക്കെ അങ്ങനെ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കും ഉറങ്ങാൻ തോന്നും. പക്ഷേ ഇതുണ്ടല്ലോ ഒരു സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴേ നേരത്തെ പണിയൊക്കെ കഴിയും. ചോറും കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പണിയൊക്കെ ഒരുപാട് നേരത്തെ കഴിയും. പിന്നെ കുറേ നേരം നമുക്ക് ഒരു 11 മണിയാകുമ്പോഴത്തേക്കും പണിയെല്ലാം കഴിയും. പിന്നെ വെറുതെ ഇരിക്കാം. പിന്നെ സോനിന് കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ്, ചൂടാറാൻ വേണ്ടിയേ. അല്ലെങ്കിൽ ചൂടോടെ വെക്കുകയാണെങ്കിൽ ചിലപ്പം എന്താ പറയുക, ഒരു അവിയെന്നൊക്കെ പറയില്ലേ, അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നമ്മുടെ പാലെത്തിയിട്ടുണ്ട്. അപ്പം സോന് പോയി വാങ്ങിച്ചിട്ട് വരുവാണ് പാല്.
അപ്പോൾ അതെ ഞാൻ പാല് ഞാൻ കാച്ചാൻ പോകണം. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളി പാലാണ് കേട്ടോ. ഇതിൽ എടുത്താലും നെയ്യ് തീരില്ല. ഇത് മാത്രം, അതിനും മാത്രം നെയ്യ് കിട്ടും ഈ പാലിന്. ഞാൻ വിചാരിക്കാറുണ്ട് ഇതെന്താ പാട നല്ല നെയ്യുള്ള പാലാണ്, നമുക്ക് നെയ്യ് എടുത്താലോ എന്ന് വിചാരിക്കും. പക്ഷേ എന്തായാലും ഇതേ സോനുൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ നമ്മുടെ പാലും കുറച്ച് നട്ട്സും പിന്നെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത്. നട്ട്സ് ഞാൻ നിർബന്ധമായിട്ടും ഇപ്പോൾ കുറേ ദിവസമായിട്ട് കഴിപ്പിക്കാറുണ്ട്, നമ്മുടെ എന്താ പറയുക കുറച്ച് എനർജിക്ക് വേണ്ടി. പിന്നെ ഇതേ ചോറ് ഞാൻ സെറ്റാക്കുകയാണ്. അധികം ചോറൊന്നും വേണ്ട ആൾക്ക്. ഞാനിപ്പോൾ എടുത്തു വെച്ച ചോറിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. പറഞ്ഞില്ലേ പഴയതുപോലെ വലുതായിട്ട് കഴിപ്പൊന്നുമില്ല, പിന്നെ പേരിന് കഴിക്കുന്നു എന്ന് മാത്രം. നിർബന്ധിച്ചാലും കഴിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കല്. അപ്പോൾ അതേ നമ്മുടെ ഓംലേറ്റ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പപ്പടം വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പപ്പടം എന്ന് വെച്ചാൽ സോനിൻ്റെ ജീവനാണ്. ഈ പപ്പടം മൊത്തം കൊടുത്താലും മൊത്തം ഇരുന്ന് കഴിച്ചു. അപ്പോൾ അതേ പപ്പടം ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തു. അപ്പം അതൊന്ന് അടച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ട് തീർന്നോന്നില്ല കേട്ടോ. നമ്മുടെ രസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനൊരു ചെറിയ കുപ്പിയിലാക്കി ഒഴിച്ചു കൊടുത്തു വിടും, അതിലൊഴിക്കില്ല. അപ്പോൾ നല്ല അടിപൊളി ഇത് കുടിക്കാനുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പം ഞാനത് രസം ഒരു കുപ്പിയിലാക്കി ഒഴിച്ചു വെക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം ഇത് ഞാൻ കൊടുത്തു വിടുമ്പോൾ സോനു പറയും ഇത് പോകുമെന്ന്. പക്ഷേ ഈ കുപ്പി നല്ല ടൈറ്റാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം ഞാനിനി ഈ പാത്രം ഇതൊരു ബാഗല്ല, ഒരു സഞ്ചിയാണ്. നമ്മളെന്താ ജിയോ മാർട്ടിൽ നിന്ന് അങ്ങോട്ടും കിട്ടിയതാണ് കേട്ടോ, ഒരു തുണിയുടെയാണ്. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടാണിത്. എന്താ കെട്ടി വെക്കാൻ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിലാണ് കൊടുത്തു വിടാറ്. പിന്നെ ഒരു ലഞ്ച് ബാഗ് ഉണ്ടായിരുന്നു, അത് കൊളാക്കിക്കൊണ്ട് വന്നു. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇതിലാക്കി. അതൊരെണ്ണം വാങ്ങണം, പക്ഷേ എന്തിനാ ഇത് ഞാൻ സോനു ഇത് ബാഗിലോട്ട് കയറ്റി വെക്കും. അപ്പം അത് ഞാൻ ഇതിലാക്കി കൊടുത്തു വിടുകയാണ്. അപ്പം നമ്മുടെ സോനുവിൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ പരിപാടിയായിരുന്നു. രാവിലെ എഴുന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞു. ഇതേ അങ്ങനെ നമ്മുടെ സോനു പോകാൻ റെഡിയായി. അങ്ങനെ ഇതേ പോവാണ് കേട്ടോ. ദേവൂട്ടി ഇതുവരെ എഴുന്നേറ്റ് വരുമ്പോൾ പപ്പ എവിടെയെന്ന് ചോദിക്കും. അങ്ങനെ സോനു പോയി കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരു കലാപരിപാടി കഴിഞ്ഞു. ഫുഡൊക്കെ കൊടുത്തു വിട്ടു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഹാപ്പിയായിട്ട് പോയി. ഇനിയും ദേവൂട്ടി നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പം ഇന്നത്തെ ഒരു പരിപാടി ഞാൻ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. സോനുവിൻ്റെ ഒരു ലഞ്ച് റൊട്ടീൻ, ഏർലി മോർണിംഗ് ലഞ്ച് റൊട്ടീൻ, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന്. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.